നമസ്കാരം. 2025 ജനവിധി 2025 തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അർണോസ് പാദ്രിയുടെ പാദസ്പർശമേറ്റ മാറുമറയ്ക്കൽ സമരത്തിന് വേദിയായ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് വേലൂർ. വേലൂർ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ തലത്തിലേക്ക് വരുമ്പോൾ UDF-നോടും LDF-നോടും മാറി മാറി അനുഭാവം കാണിക്കുന്ന ജനതയാണ് വേലൂരിലുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് ഇടതുപക്ഷമാണ് അവിടെ ഭരണം കൈയാളുന്നത്. 2015 ചരിത്രത്തിലാദ്യമായി 3 സീറ്റ് നേടിക്കൊണ്ട് BJP-യും ശക്തമായ സാന്നിധ്യം വേലൂർ പഞ്ചായത്തിൽ തെളിയിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17 വാർഡിൽ 9 വാർഡ് LDF-നും 7 വാർഡ് UDF-നും 1 സീറ്റ് BJP-ക്കുമായിരുന്നു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗത്തട്ട് വിശാലമാകുമ്പോൾ ഭരണപ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയാണ് വേലൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? ഇന്ന് സംവാദത്തിൽ പങ്കെടുക്കുന്നത് LDF-ന് വേണ്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി ഷെർലി ദിലീപ് കുമാർ, പ്രതിപക്ഷത്തിന് വേണ്ടി വേലൂർ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ. ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് വേലൂരിന്റെ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. കലയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. ഉന്നതമായ ചരിത്രം, കലാസാംസ്കാരിക പൈതൃകമുള്ള ദേശമാണ് വേലൂർ പഞ്ചായത്ത്. പച്ചപ്പിട്ട കുന്നുകളും വിശാലമായ നെൽപ്പാടങ്ങളും പുഴയും കുളങ്ങളും നീർച്ചാലുകളും വേലൂർ ഗ്രാമത്തെ മനോഹരമാക്കുന്നു. പൊയ്ക്കുതിരവേലയ്ക്ക് പ്രസിദ്ധമായ മണിമലർക്കാവും 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജർമ്മനിയിൽ നിന്നെത്തി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അർണോസ് പാദ്രിയുടെ പള്ളിയും അദ്ദേഹത്തിന്റെ സാഹിത്യ സഭരയാൽ പ്രസിദ്ധമായ അർണോസ് ഭവനും വേലൂരിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായതിനാൽ ഇവിടത്തെ തദ്ദേശ പോരാട്ടങ്ങൾക്ക് വീറും വാശിയും കൂടുതലാണ്. LDF-നും UDF-നും BJP-ക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണ് ഇപ്പോൾ വേലൂർ പഞ്ചായത്ത്. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത്. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് LDF-ആണ്. 2015 8 LDF, 6 UDF, 3 BJP എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 9 LDF, 7 UDF, 1 BJP ഇങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് കഴിഞ്ഞ കാലയളവിൽ പഞ്ചായത്ത് സാരഥിയായിരുന്ന TR ഷോബി പറയുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിന്റെ 10 വർഷങ്ങളാണ്. അത് ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായ ഒരു കാര്യം. തളിർ ബഡ്സ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഏറ്റവും നല്ല മികച്ച ബഡ്സിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഏറ്റവും മികച്ച ഭിന്നശേഷി മേഖലയിലുള്ള ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വേലൂർ പഞ്ചായത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവാർഡ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രി എന്നുള്ള രീതിയിലുള്ള കായകൽപ്പം അവാർഡ്, ജില്ലാ അവാർഡുകൾ, ദേശീയ നിലവാരത്തിലുള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ട ഗുണനിലവാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള അവാർഡുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. സൗജന്യമായി നെൽവിത്ത് കൊടുക്കൽ, കൂലിച്ചെലവ് നൽകൽ, അതുപോലെ തന്നെ പച്ചക്കറികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകൽ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കാനും വിവിധ പാടശേഖരങ്ങൾക്ക് സൗജന്യമായി നമുക്ക് മോട്ടോർ പമ്പ് സെറ്റുകൾ നൽകാനും അവിടെ കൃഷി കൂടുതൽ കൊണ്ടുവരാനും അങ്ങനെ തരിശുരഹിത പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു ഭരണസമിതി എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതികൾ, റോഡുകൾ, വഴിവിളക്കുകൾ, കാർഷിക മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, ചെറുകിട വ്യവസായം, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഊർജം, മാലിന്യ സംസ്കരണം, ഭിന്നശേഷിക്കാരുടെ ഉന്നമനം തുടങ്ങി നാടിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിതം ഗുണകരമാക്കുവാനും MLA-യുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഒട്ടനവധി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് LDF അവകാശപ്പെടുന്നു. ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണവും ഭിന്നശേഷി വിഭാഗക്കാർക്കായി തളിർ എന്ന പേരിൽ റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ച് അവരുടെ ഉന്നമനത്തിനായി പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാന സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയതും വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആധുനികവൽക്കരണവും കിടായിപ്പാടം ജലസംരക്ഷണ പദ്ധതിയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ 10 വർഷത്തെ LDF ഭരണം വലിയ പരാജയമായിരുന്നുവെന്നും സർവ്വമേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസും BJP-യും ആരോപിക്കുന്നു. ഗ്രാമീണ റോഡുകൾ തകർന്ന് യാത്രായോഗ്യമല്ലാതായിത്തീർന്നു. ലൈഫ് വീടുകൾക്ക് പണം നൽകാത്തതിനാൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അഴിമതിയും അപാകത കൊണ്ടും കിടായിപ്പാടം സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു വീണു.
ഹെൽത്ത് സെന്റർ മഴ പെയ്താൽ ചോർന്നിലിക്കുന്ന സ്ഥിതിയാണ്. ആഡംബര രീതിയിൽ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 3.5 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു. ഇതിനെ തുടർന്ന് വാർഡുകളിലെ വികസന പ്രവർത്തികൾ തടസ്സപ്പെട്ടു. റോഡ്, കുടിവെള്ള പദ്ധതികൾ പൂർണ്ണമായി നിലച്ചു. കെട്ടിടം പണിക്ക് ഫണ്ട് കണ്ടെത്താനായി ബിൽഡിംഗ് ടാക്സ് 8% നിന്ന് 10% ഉയർത്തി ജനങ്ങൾക്ക് നികുതി ഭാരം വർദ്ധിപ്പിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവും. 3.5 കോടി 4 കോടി രൂപ വെള്ളത്തിലായി പോയി. അതിനെ കുറിച്ച് യാതൊന്നും ചെയ്യാനായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതിയായിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ശ്മശാനം. ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് വേണ്ടി ഘട്ടം ഘട്ടമായിട്ട് പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ തന്നെ ഒക്കെ പണി കഴിപ്പിക്കേണ്ടത് ഇപ്പോഴും ഓഡിറ്റിംഗിൽ പോലും ഒബ്ജക്ഷൻ വന്നിട്ട് കിടക്കുക. അത് പൂർത്തിയാക്കാനായിട്ട് പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് മാറി മാറി ഭരിച്ച LDFും UDFും ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞ ഭരണസമിതികൾക്കൊന്നും സാധിച്ചിട്ടില്ലെന്ന് BJP അംഗം ആരോപിക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ചുങ്കം മുണ്ടൂർ റോഡ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഒരു റോഡാണത്. ഇതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഫണ്ടില്ലാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കിടായിപ്പാടം കുടിവെള്ള പദ്ധതി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ദോഷം മാത്രം ചെയ്തിട്ടുള്ള ഒരു ദുർഭരണം എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു ഭരണമാണ് LDF ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നും തുടർഭരണം ലഭിക്കുമെന്ന് LDFും, എന്നാൽ ജനദ്രോഹ ഭരണത്താൽ ഇത്തവണ ജനവിധി അനുകൂലമാകുമെന്ന് UDFും, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് BJPയും അവകാശപ്പെടുന്നു. പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത്. ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടി തുടർഭരണത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണകോട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ശ്രീമതി ഷെർലി ദിലീപ് കുമാർ, 2015 താങ്കൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സമഗ്രമായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് വേലൂർ പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ പോലും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇവിടെ 10 വർഷക്കാലമായി LDFിൻ്റെ ഭരണസമിതി ഇവിടെ വികസനം പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇപ്പോൾ പറഞ്ഞു, ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടം മുതൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, നിലകളൊക്കെ പറഞ്ഞു അല്ലേ. CPMന് ഭൂരിപക്ഷമില്ലാത്തൊരു പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ 10 വർഷം തുടർ ഭരണം കിട്ടിക്കൊണ്ട് ഭരിച്ചത്. ആ ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്തുകൊണ്ടാണല്ലോ, അവർക്ക് കിട്ടിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണല്ലോ വീണ്ടും ഞങ്ങൾക്ക് തുടർ ഭരണം കിട്ടാൻ സാധ്യമായത്. ഇപ്പോൾ പറയാൻ വെച്ചാൽ ഇപ്പോൾ പഞ്ചായത്ത് കെട്ടിടം പറഞ്ഞു. പഞ്ചായത്ത് കെട്ടിടം നമ്മൾ പ്രളയകാലത്ത് അതിലേക്ക് വെള്ളം കയറിയതിൻ്റെ മൂലം നമുക്ക് വെള്ളം കയറി ഫയലുകൾ മുങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാധാരണ പഴയൊരു പഞ്ചായത്ത് കെട്ടിടമായിരുന്നു. അപ്പം അന്നത്തെ ഭരണസമിതിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കെട്ടിടം. അതായത് സാധാരണ ഇപ്പോൾ മെമ്പർമാർക്ക് വരെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരു കെട്ടിടമായിരുന്നു. അത് പുതുക്കി പണിയണം എന്നുള്ളത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ അംഗങ്ങൾ കൂടി യോജിച്ചുകൊണ്ടാണ് അന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ പുതിയ ജനങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങൾ വരുമ്പോൾ അവർക്ക് കാലക്രമേണ വേണ്ട ഒരു പഞ്ചായത്ത് കെട്ടിടം സാധാരണ ജനങ്ങൾക്കാണെങ്കിൽ കൂടി അവിടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു സൗകര്യപ്രദമായ ഒരു പഞ്ചായത്ത് കെട്ടിടം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്ത് കെട്ടിടം എന്നുള്ളത് മാത്രമല്ല, അതിനുപരി ഇപ്പോൾ പറഞ്ഞു ബഡ്സിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അന്ന് ഈ ഭരണസമിതിയിൽ കയറിയ അവസരത്തിൽ നമുക്ക് ഭിന്നശേഷി ഉള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളോട്, അവർക്കിങ്ങനെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് ഇല്ല. അപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ട് മാതാപിതാക്കളുടെ കൂടെ ഇരുന്നു കൊണ്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ അവരെ
മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഒരു ബഡ്സ് റെവലേഷൻ സെൻറ്റർ ആവശ്യമുണ്ട് എന്നുള്ള പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് തുടങ്ങി വെച്ചു. ഇത് അന്ന് പൂർത്തീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളൊരു കർത്തവ്യം എന്തായാലും ഞങ്ങൾ ചെയ്തു എന്നുള്ളത് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മൾ സന്തോഷം കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുമ്പോഴാണ്. ഒരു ഗുണഭോക്താവിനൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുണഭോക്താവ് അത് തിരിച്ച് നമ്മളോട് പറയുമ്പോഴാണ് ആ സന്തോഷം ഉണ്ട്. ആ കുട്ടികളിൽ എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി അവർ നമ്മളെ കാണുന്നു. പിന്നെ അവർക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലും കൂടി നമുക്ക് ആക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം മാതാപിതാക്കളും കുട്ടികളും കൂടി ഇരുന്നു കൊണ്ട് അവരെന്നെ പറയുന്നു, കുട്ടികൾ പണ്ടത്തെ പോലെയല്ല, ഒരു ഗസ്റ്റ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാൾ കയറി വരുമ്പോഴേയും അവർ അകത്തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അവർക്ക് പുതിയ ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ അവരെന്നെ ഏറ്റെടുക്കാനും അവരോട് അത് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെയാണ് അവർ കലാകായിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. പോരാത്തതിന് നമുക്ക് ഈ പറഞ്ഞു ഭിന്നശേഷി നാഷണൽ ലെവലിലാണ് നമുക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് നമുക്ക് ലഭിച്ചു. എന്നുവെച്ചാൽ അവർക്ക് അറിയാം ആ കുട്ടികളുള്ള വീടുകളിൽ അവർക്ക് വേറെ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ അവർക്കൊരു ലീഗൽ ഗാർഡിയൻഷിപ്പ് വേണം. അപ്പോൾ ആദ്യത്തെ പഞ്ചായത്ത് നമ്മുടെ ലീഗൽ ഗാർഡിയൻഷിപ്പ് കൊണ്ടുവന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നമുക്ക് ജില്ലയുടെ നല്ല ബഡ്സിനുള്ള അവാർഡ് ലഭിക്കേണ്ടായത്. അതിന് പുറമെയാണ് ഇപ്പോൾ അടുത്താണ് നമുക്ക് സംസ്ഥാന ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായിട്ട് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് പല മേഖലകളിലും എന്ന് പറയാൻ ഇപ്പോൾ നമ്മൾ ആരോഗ്യ മേഖലയാണ്. അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന മിഷനുകളാണെങ്കിൽ കൂടി നമ്മളും കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് അതിനെ മുൻനിർത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിലായാലും നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ അവിടെ വരുന്ന ആളുകൾക്ക് ലാബ് ടെസ്റ്റുകളുണ്ട്, ECG സംവിധാനമുണ്ട്. അവിടെ ഇപ്പോൾ ഹെൽത്ത്, അതായത് നമുക്ക് ഒരു പേപ്പർലെസ് ആയിട്ട് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണേണ്ട സൗകര്യങ്ങൾ, ഇരിപ്പിടങ്ങൾ. ഞങ്ങൾ ഭരണസമിതി ആദ്യത്തെ വരുമ്പോൾ ക്യൂ നിന്നുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ പുറത്ത് വെയിൽ കൊണ്ട് നിന്ന് ഡോക്ടറെ കാണാനുള്ള അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റം ചെയ്തുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന രോഗികൾക്ക് കാണാനും അവിടെ ഇരിക്കാനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ 4 ഡോക്ടർമാർ വെച്ചുകൊണ്ട് രാവിലെ 9 മണി മുതൽ 6 മണി വരെ അവിടെ ഡോക്ടറുടെ സംവിധാനമുണ്ട്. അപ്പം അങ്ങനെയുള്ള ലാബ് സംവിധാനങ്ങളും അതുപോലെ തന്നെ കാഷ്വാലിറ്റി രീതിയിൽ ഇപ്പോൾ വന്ന പ്രഥമ ശുശ്രൂഷ നൽകിക്കൊണ്ട് അവിടുന്ന് അവർക്ക് അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരെന്നെ നമ്മൾ മറ്റ് ഹോസ്പിറ്റലിലേക്ക്, നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 108 ആംബുലൻസിൻ്റെ സേവനവും അവിടെ നൽകി വരുന്നു. പിന്നെ പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നമ്മൾ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ കുറേ ആളുകൾക്ക് നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ നൽകി വരുന്നുണ്ട്. എന്നുവെച്ചാൽ മിക്ക രോഗികൾക്കും ആ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് കണ്ടപ്പോഴാണ് നമ്മൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് അത് വെച്ച് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖല, അപ്പോൾ കൃഷി മേഖലയിലാണെങ്കിൽ കൃഷി മേഖലയിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ക്ഷീരഗ്രാമം പദ്ധതി നമ്മൾ പഞ്ചായത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ക്ഷീരഗ്രാമം പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും കൂടിയാണ് ക്ഷീരഗ്രാമം. പശുക്കളെ നോക്കുന്ന ക്ഷീരകർഷകർക്ക് അവർക്ക് പശു വാങ്ങാനോ അതുപോലെ തന്നെ മാറ്റ് അനുബന്ധ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പശുവിന് കറവ് യന്ത്രം അങ്ങനെയുള്ളതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ക്ഷീരഗ്രാമം പദ്ധതി വെച്ചു. അതുപോലെ തന്നെ പശുവിന് തീറ്റ, കാലിത്തീറ്റ കൊടുക്കുന്നു. അവർക്ക് വേണ്ട ഈ പോഷകാംശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വെച്ചു. കിടാരികളെയൊക്കെ തീറ്റ നൽകി പാലിന് സമ്പൂർണ്ണമായി സബ്സിഡി നൽകാൻ കഴിയുന്നു. അപ്പോൾ ക്ഷീരമേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ 10 വർഷക്കാലം അവരെ നമ്മളോട് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ചൊവ്വന്നൂർ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ വേലൂർ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ളത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ നമ്മളോട് അടുപ്പിച്ച് നിർത്തണം, അവരെ ഉന്നതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നെൽകർഷകർക്കാണെങ്കിൽ നമ്മൾ അവർക്ക് വിത്ത് ഫ്രീ ആയിക്കൊണ്ട് കൊടുക്കുന്നു. അവർക്ക് ജലസേചനത്തിനുള്ള മോട്ടോറുകൾ 7 പാടശേഖരങ്ങൾക്ക് നമ്മൾ മോട്ടോറുകൾ വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂലിച്ചെലവ് നൽകുന്നുണ്ട്. പിന്നെ നെൽകൃഷി കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡികൾ കൊടുക്കുന്നു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക്. അതിന് പുറമെ നമ്മൾ തരിശുരഹിതമാക്കാൻ വേണ്ടി പദ്ധതികൾ വെച്ചിട്ടുണ്ട്. ഈ പച്ചക്കറി തൈകൾ അല്ലാതെ തന്നെ നമ്മൾ ഈ കുടുംബശ്രീ വഴിയും ഈ കൃഷിഭവൻ വഴിയും പച്ചക്കറി തൈകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ റംബൂട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ
തെങ്ങ്, അതുപോലെ തന്നെ കേരഗ്രാമം പദ്ധതിയിലൂടെ നമ്മൾ തേങ്ങയുടെ വില ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെങ്ങ് സംരക്ഷണത്തിൻ്റെ ഭാഗമായി കേരഗ്രാമം പദ്ധതി നമ്മൾ നടപ്പിലാക്കി. പിന്നെ കവുങ്ങ് കൃഷി ഇപ്പോൾ ഭയങ്കര പിന്നോട്ടടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കവുങ്ങിനെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കവുങ്ങ് തൈകൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ നിരവധി തൈകൾ വിതരണം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിന് സബ്സിഡികൾ വെച്ചുകൊണ്ടും നമ്മൾ കർഷകരെ ഒപ്പം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഈ പറഞ്ഞ മിഷനുകളിൽ ഹരിത കേരളം മിഷനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ഫസ്റ്റായിട്ടാണ് ഇപ്പോൾ ഹരിതകർമ്മസേന പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട അനുബന്ധ സൗകര്യങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത്. 2 മോട്ടോർ വാഹനങ്ങൾ അവർക്ക് കളക്ഷൻ സെൻറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹനങ്ങൾ, അത് നമ്മൾ പുറമെ ആളുകളെ വെച്ചിട്ടല്ല, അവർ തന്നെ അതിന് പരിശീലനം നമ്മൾ പഞ്ചായത്ത് നൽകിക്കൊണ്ട് അവരത് കൊണ്ടുവന്ന് അവിടെ കളക്ഷൻ സെൻറ്ററിൽ എത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മിനി MCFകൾ എല്ലാ വാർഡുകളിലുണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള MCF. നമ്മൾ 65 ലക്ഷം രൂപ പണി കൊടുത്തുകൊണ്ടാണ് അവിടെ മിനി MCF നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതിന് പുറമെയാണ് നമ്മൾ പിന്നെ ഈ അവർക്ക് വേണ്ട എന്ന് വെച്ചാൽ ഈ തരം തിരിക്കലിനും മാത്രമല്ല, അവർ കളക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഓരോ വീട്ടിൽ നിന്നും അവർ എടുത്തു കൊണ്ടുവരുമ്പോൾ ആ തരം തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണോ ഇപ്പോൾ ഒരു ജില്ലയിൽ ഇത്രയധികം പഞ്ചായത്തുകൾ 96 പഞ്ചായത്തുകൾ ഉള്ളപ്പോൾ അതിൽ ഫസ്റ്റ് ആവുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് കൂടി, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അധികം ഉപയോഗിക്കാതെയും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതെയും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കളക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ക്യാൻസർ ബാധിതരായ ആളുകൾക്ക് ക്യാൻ തൃശ്ശൂർ എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തുമായിട്ട് സംയോജിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പദ്ധതി വയ്ക്കുന്നു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയിൽ ഉള്ള ആളുകൾക്ക് സ്വയം സംരംഭത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ഷീര കർഷകരേനെയും അതുപോലെ തന്നെ മറ്റു കർഷകരേനെയും ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള ലോണുകൾ, സബ്സിഡിയോടുകൂടി ലോണുകൾ, അതുപോലെ തന്നെ JLG ഗ്രൂപ്പുകൾക്ക് അവർക്ക് വേണ്ട ലോണുകളും അതുപോലെ തന്നെ സഹായങ്ങളും ചെയ്തു വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അനുബന്ധ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയാം SC ഉന്നതിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1 കോടി അനുവദിച്ചുകൊണ്ടാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി തുടങ്ങി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചില വാർഡുകളിൽ നമ്മൾ 2ാം വാർഡ് വെള്ളാറ്റൂരൊക്കെ നമ്മൾ സൈഡ് കട്ടൽ പ്രൊട്ടക്ഷനൊക്കെ നൽകിക്കൊണ്ട് പോകുന്നു. കുടിവെള്ള പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമാക്സ് ലൈറ്റുകൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരുവിധം എല്ലാ വശങ്ങളിലും നമ്മൾ മിനിമാക്സ് ലൈറ്റുകൾ വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ കുടിവെള്ളം അതുപോലെ തന്നെ നമുക്ക് ശരിയായ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് റോഡുകളാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും അല്ലെ എത്തുക എന്നുള്ള വെളിച്ചം വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ റോഡുകളും PW റോഡുകൾ BMBC നിലവാരത്തിൽ എത്തി നിൽക്കുന്നു. അല്ലാതെ തന്നെ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും റോഡുകൾ നമ്മൾ BMBC നിലവാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നില്ലാതെ എല്ലാ റോഡുകളും പ്രധാനപ്പെട്ട റോഡുകൾ നമ്മൾ റീടാറിങ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ ജൽജീവൻ മിഷൻ്റെ പദ്ധതി വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ചില നമ്മുടെ പഞ്ചായത്തിൻ്റെ ചെറിയ റോഡുകളൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ നമ്മൾ അവരായിട്ട് കരാറ് വെച്ചപ്പോൾ പൂർണ്ണമായിട്ട് അത് റീസ്റ്റോറേഷൻ കഴിഞ്ഞുകൊണ്ട് റീടാറിങ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരാർ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ ആയി അതിൻ്റെ ഭാഗമായി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ചെറിയ റോഡുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പൂർണ്ണതയിലേക്ക് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ, അപ്പോൾ ഈ 10 വർഷം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സമഗ്രമായ വികസനം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു അവകാശവാദമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത്. എങ്ങനെ പ്രതികരിക്കുന്നു? 2015 ശേഷമല്ല വേലൂർ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായത്. 73-74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നപ്പോൾ തൊട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
ഘട്ടം ഘട്ടമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഒക്കെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും ഉപയോഗിച്ചുമൊക്കെ ഘട്ടം ഘട്ടമായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ വികസനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നടന്നു പോയിട്ടുള്ളതിൻ്റെ തുടർച്ചയാണ് വീണ്ടും വരുന്ന സർക്കാരുകൾ ചെയ്യുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതിൽ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു കെട്ടിടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2020 പഞ്ചായത്ത് ഭരണസമിതി കയറിയപ്പോൾ തന്നെ പറഞ്ഞു പഞ്ചായത്തിനൊരു വികസനം വേണം, പഞ്ചായത്തിനൊരു പുതിയ കെട്ടിടം വേണം എന്ന് പറഞ്ഞപ്പോൾ വികസന കാര്യത്തിൽ ഒരിക്കലും കോൺഗ്രസിൻ്റെ മെമ്പർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. വേലൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം വേണമെന്ന് തന്നെയാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. അതിനുവേണ്ടി തന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കാറുമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ വികസന കാര്യങ്ങളിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു ആദ്യം വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ കൊണ്ടാണ് നമ്മൾ പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കി പഞ്ചായത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി എത്ര ബിൽഡിംഗ് ഉണ്ടാവും അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി 4 കോടിയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടുകൾ കണ്ടെത്തുക. നമുക്കൊരു കാര്യത്തിന് നമ്മളൊരു വീട് പണിയാണെങ്കിൽ പോലും നമുക്ക് എവിടെ നിന്നാണ് ഫണ്ട് കണ്ടെത്തിയിട്ടാണ് നമ്മളിതിന് ഇറങ്ങുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പറഞ്ഞാൽ MLA ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ നമ്മളോടൊക്കെ പറഞ്ഞത്. പഞ്ചായത്ത് കമ്മിറ്റിയിലും അതിൻ്റെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സംഘാടന സമിതി ഉണ്ടാക്കിയപ്പോഴൊക്കെ എല്ലാവരോടും പറഞ്ഞത് MLA ഫണ്ട് തരുമെന്നാണ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4.5 വർഷം കൊണ്ടാണ് ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. അപ്പോൾ 4.5 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ വാടക ഇനത്തിൽ പഞ്ചായത്തിൻ്റെ നികുതി പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂടാതെ ആ കെട്ടിടം വാടകയ്ക്ക് എടുത്തപ്പോൾ എത്ര രൂപയുടെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് നഷ്ടം വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ പഞ്ചായത്ത് കെട്ടിടം പൊളിക്കാനായിട്ട് ടെൻഡർ വെച്ചപ്പോൾ ആദ്യത്തെ ടെൻഡർ വെച്ചത് 20,000 രൂപയ്ക്കാണ്. ഞങ്ങളെല്ലാവരും കൃത്യമായിട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ആ ടെൻഡർ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടാമത് ടെൻഡർ വിളിച്ചപ്പോൾ 1,00,000 സംതിങ് രൂപയ്ക്കാണ് 1,20,000 രൂപയ്ക്കാണ് രണ്ടാമത് പൊളിക്കാൻ പോയത്. അപ്പോൾ പഞ്ചായത്തിന് 1,00,000 രൂപ ലാഭം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഞങ്ങൾ ഒരിക്കലും പഞ്ചായത്തിന് വികസനത്തിനോ അല്ലെങ്കിൽ പഞ്ചായത്തിന് നഷ്ടം വരുന്ന കാര്യങ്ങൾക്കോ നിൽക്കാത്ത ഒരാളുകളാണ്. അങ്ങനെ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങി, പഞ്ചായത്തിന് വികസനം വേണം എന്നുള്ള രീതിയിൽ അത് തുടങ്ങി. ആദ്യഘട്ടം 95 ലക്ഷം രൂപയാണ് MLA അനുവദിച്ചത്. അപ്പോൾ രണ്ടാം ഘട്ടം നമ്മൾ വരും എന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ ഒരു കാർഷിക ഗ്രാമമായിട്ടുള്ള കാർഷിക പഞ്ചായത്തായിട്ടുള്ള ഒരു സാധാരണക്കാർ മാത്രം കൃഷിക്കാർ കൂടുതലുള്ള ഒരു സാധാരണ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. വലിയ വ്യവസായങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് വലിയ ഫണ്ടുകളൊന്നുമില്ല. ഈ പഞ്ചായത്തിൻ്റെ താമസിക്കുന്ന ആളുകൾ തരുന്ന നികുതി പണവും ലൈസൻസിൻ്റെ ഫീയും അതുപോലെ തന്നെ തൊഴിൽ നികുതിയൊക്കെ തരുന്ന വരുമാനം മാത്രമേ പഞ്ചായത്തിനുള്ളൂ. അല്ലാതെ പഞ്ചായത്തിന് വലിയ തനതുമായിട്ടുള്ള സ്വന്തമായിട്ടുള്ള വരുമാനമുള്ള പഞ്ചായത്തൊന്നും ഇല്ല. അപ്പോൾ ഇതിനില്ലാതെയായപ്പോൾ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി ആകെ 95 ലക്ഷം കൊണ്ടുള്ള പണി ഇപ്പോൾ രണ്ടാം ഘട്ടം തരാനായിട്ട് MLAക്ക് സാധിച്ചില്ല. കരുവന്നൂർ വിഷയമൊക്കെ വന്നോട് കൂടിയിട്ട് MLAക്ക് ഫണ്ട് തരാനായിട്ട് സാധിക്കാണ്ടായപ്പോൾ പിന്നെ ഘട്ടം പണിയണമെങ്കിൽ നമ്മളെല്ലാവരും പഞ്ചായത്ത് എന്ത് ചെയ്തു, തനത് ഫണ്ട് എടുത്തുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ കെട്ടിടം പണിതത്. ഘട്ടം ഘട്ടമായിട്ട് 60 ലക്ഷം 50 ലക്ഷം ഒക്കെ എടുത്ത് പണിതപ്പോൾ പഞ്ചായത്തിൻ്റെ സ്ഥിരമായിട്ട് സാധാരണക്കാർക്ക് ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള വികസനങ്ങൾ നടത്താൻ പറ്റാനുള്ള ഫണ്ട് ഇല്ലാതാവുന്ന അവസ്ഥയാണ്. നമുക്കറിയാം തനത് ഫണ്ട് കൊണ്ടാണ് ചെറിയ ചെറിയ ഗ്രാമീണ റോഡുകൾ നമ്മൾ നടപ്പിലാക്കുന്നത്, കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുന്നതൊക്കെ തനത് ഫണ്ടിൽ നിന്നാണ്. തനത് ഫണ്ടിൽ നിന്നാണ് പഞ്ചായത്തിലെ സ്റ്റാഫുകൾക്ക് ഓണറേറിയം കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രളയം പോലുള്ള മഹാമാരിയൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ആളുകളെ നമ്മൾ മാറ്റി താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഈ തനത് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ കൊറോണ പോലെ മഹാമാരി വന്ന സമയത്തൊക്കെ നമ്മൾ തനത് ഫണ്ടിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സർപ്ലസ് എപ്പോഴും വേണ്ട, ആ ഫണ്ട് എടുത്ത് ഈ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിന് വേണ്ടി പണിതു, അതിലും നമുക്ക് തർക്കമില്ല. പക്ഷേ എന്നിട്ട് വലിയ രീതിയിൽ ഈ വെറും 4.5 കോടിയുടെ പ്രൊജക്റ്റിന് വെറും 95 ലക്ഷം രൂപ തന്ന് നമ്മളെയൊക്കെ പറ്റിച്ച ഒരു MLAയുടെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് വലിയ കൊട്ടിഘോഷിച്ചപ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്തിലെ പ്രതിഷേധവുമായിട്ട് ഞങ്ങളന്ന് സമരമൊക്കെ ഉണ്ടായിട്ട്, കാരണം ജനങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. കാരണം ജനങ്ങളുടെ നികുതി പണമാണ് 90% ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പണി കഴിപ്പിച്ച ഒരു ബിൽഡിങ്ങിന് പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ ജനങ്ങളെ കൊണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം ചെയ്തത്. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിലേക്ക് വന്നു പോയിട്ടുണ്ടായിരിക്കും. സാധാരണക്കാർക്ക് എപ്പോഴും കയറി ഇറങ്ങേണ്ട പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ 4.5 കോടിയൊക്കെ ചിലവഴിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഇപ്പോഴും ഒരു ലിഫ്റ്റ് സംവിധാനം വെക്കാനായിട്ട് ഒരു 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ചെയ്യേണ്ട ലിഫ്റ്റ് സംവിധാനം പോലും വെക്കാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. സോളാർ വെക്കാൻ സാധിച്ചിട്ടില്ല. സോളാർ സംവിധാനം വേണം എന്നുള്ള നിയമമുള്ളപ്പോൾ സോളാർ വെക്കാനായിട്ട് പഞ്ചായത്ത് പോലും ഒരു മാതൃക കാണിച്ചിട്ടില്ല. പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ റൂം AC ആണ്, വൈസ് പ്രസിഡൻറ്റിൻ്റെ റൂം AC ആണ്, മെമ്പർമാരുടെ റൂം AC ആണ്, സ്റ്റാഫിൻ്റെ റൂം AC ആണ് മുകളിലുള്ളത്. നമുക്കറിയാം ഒരു AC വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് ജനങ്ങൾ ഒരു പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെൻഷൻ കട്ടാക്കും. നിയമം ഇപ്പം അങ്ങനെയാണ്.
അങ്ങനെയുള്ളപ്പോൾ ഈ പഞ്ചായത്ത് ഇത്രയും അധികം AC സംവിധാനങ്ങൾ വെച്ച് എത്ര രൂപ കറണ്ട് ചാർജ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചിലവാക്കി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു ലിഫ്റ്റ് വെച്ച് സാധാരണക്കാർക്ക്, വയസ്സായ ആളുകൾക്ക്, എപ്പോഴും അങ്ങോട്ട് കയറി ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു ലിഫ്റ്റ് വെച്ച് കൊടുക്കാൻ പോലും വേലൂർ പഞ്ചായത്തിന് സാധിക്കാതിരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വികസനം എന്നുകൂടി നമ്മൾ ഈ സാധാരണക്കാരെ നികുതി പണം എടുത്ത് ചിലവാക്കിയിട്ട് ബിൽഡിംഗ് വേണ്ട എന്നുള്ളതല്ല നമ്മൾ ഒരിക്കലും പറയുന്നത്, വികസനം വേണം. പക്ഷേ അത് നമ്മൾ ഇങ്ങനെ ഇത്രയും ദൂർത്ത് ഈ പാവപ്പെട്ട ജനങ്ങളെ നികുതി പണം എടുത്ത് പണിയുമ്പോൾ മറ്റൊരു വികസനങ്ങളും നടക്കാതെ 4-5 വർഷം പൂർത്തീകരിച്ചതാണ്. അങ്ങനെ 2015, 2020 കഴിഞ്ഞ് 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഈ ഒരു വികസനങ്ങളും ചെയ്യാണ്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരു 5 വർഷം തരണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ തേനും പാലും ഒഴുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നതെന്ന് നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ വലിയൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുൻ പ്രസിഡന്റ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വികസന കാര്യങ്ങൾ, ബഡ്സ്, നമ്മുടെ കുട്ടികളെ എല്ലാവരും, ഒരാൾ പോലും രണ്ടാന്തര പൗരന്മാരായിട്ട് നമ്മുടെ പഞ്ചായത്തിലല്ല, ഈ കേരളത്തിൽ പോലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എല്ലാവരും സമന്മാരാവണം, എല്ലാവരും ഒപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബഡ്സ് സ്കൂളും എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ 2015 ശേഷമല്ല വേലൂർ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായതെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. 2013 ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായിട്ട് തൃശ്ശൂരിലെ പ്രഖ്യാപിച്ച പഞ്ചായത്ത് വേലൂർ ഗ്രാമപഞ്ചായത്ത്. പണ്ട് തൊട്ടേ നമ്മൾ ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ഗ്രാമസഭകൾ, മറ്റുള്ള പഞ്ചായത്തുകളൊന്നും നടത്താത്ത സമയത്ത് പോലും ഗ്രാമസഭകളൊക്കെ നടത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയിരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന് ഫണ്ട് വെച്ച് ഉണ്ടായിരുന്നു. ആ 2010 ഭരണസമിതി 15 കാലഘട്ടത്തിലെ ഭരണസമിതി വെച്ചപ്പോൾ അത് അറിയാം, ഹോസ്പിറ്റലിൻ്റെ സ്ഥലമായിരുന്നു വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ബഡ്സ് സ്കൂൾ നിൽക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സ്ഥലത്തിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ആ സ്ഥലം വിട്ട് കിട്ടണമായിരുന്നു. അതിൻ്റെ നിയമ തടസ്സങ്ങൾ മാറിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് കടന്നു വരാനായിട്ട്, അത് കിട്ടാനായിട്ടുള്ള വൈകിയത് കൊണ്ടാണ് അടുത്ത ഭരണസമിതി, അങ്ങനെയാണല്ലോ ഒരു ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതികൾ അടുത്ത ഭരണസമിതി, അപ്പോൾ അത് നമ്മൾ ചെയ്തതിൽ അംഗീകരിക്കുകയാണ്. പക്ഷേ അത് 2015 ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ വേലൂർ ഗ്രാമപഞ്ചായത്ത് വന്നതും അതിനുശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് മാത്രമാണ് നമുക്കിത് കണ്ടു നിൽക്കാനും കേട്ടു നിൽക്കാനും പറയുന്ന പച്ചക്കള്ളങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തത്. പിന്നെ നമുക്കൊക്കെ അറിയാം വേലൂർ പഞ്ചായത്ത് ഹോസ്പിറ്റൽ 2015 ഞാൻ അന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഈ കാലഘട്ടം ഇതിനു മുൻപ് നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേലൂർ ഗ്രാമപഞ്ചായത്ത് ചൊവ്വന്നൂർ ബ്ലോക്കിൻ്റെ കീഴിൽ ഏറ്റവും രോഗികൾ വരുന്ന പഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ വികസന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ്, നിങ്ങൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അറിയണ്ടായിരിക്കും, രോഗികൾ ഇപ്പോൾ പറഞ്ഞു വെയിൽ കൊള്ളാതെ കാത്തിരിക്കുന്നു. അതിൻ്റെ OP കെട്ടിടത്തിൻ്റെ മുകളിൽ ആളുകൾ വെയിറ്റിംഗ് ഇരിക്കുന്നതിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞു ഒളിഞ്ഞു വീണതേ. അപ്പോൾ അത്രയും അഴിമതിയാണ് അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കെട്ടിടം പണിയിൽ മുഴുവൻ ഉണ്ടായതെന്ന് ആർക്കും പരിശോധിച്ചാലും ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ, നമുക്ക് ആർക്കും ചെന്ന് നോക്കിയാൽ അറിയാം. ഈ ബഡ്സ് സ്കൂളിൻ്റെ ആദ്യത്തെ നില നമ്മൾ ഈ എന്താ പറയുക, അമ്മമാർക്കും അവർക്കൊക്കെ സ്വയം തൊഴിൽ പരിശീലനത്തിനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം, ഒരു തുള്ളി വെള്ളം പുറത്തു പോവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ജനലിൻ്റെ ഉള്ളിൽ കൂടിയും അതിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളമൊക്കെ ആയിട്ട് തളം കെട്ടി വെള്ളം കെടുക്കുന്നത് നമ്മൾ പണിതിട്ട് ഒരു വർഷമാവണുള്ളേ. അപ്പോൾ ഇത് രീതിയിലുള്ള അഴിമതിയൊക്കെ ആയിട്ടാണ് ഇത് പോകുന്നത്. നമുക്കറിയാം അതിനൊക്കെ അപ്പുറം തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികം കൂടുതലാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ. കുറേ മറ്റുള്ള പഞ്ചായത്തിനെ അപേക്ഷിച്ച് ഭൂവിസ്തൃതി വളരെ കൂടുതലുള്ള ഒരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ കുറേ പറമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തെരുവ് നായ്ക്കളെ അവരെ വന്ധീകരിച്ചുകൊണ്ട്, അവരെ ജില്ലാ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വന്ധീകരിച്ച് അവരെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളെ പഞ്ചായത്ത്, ആ ഉത്തരവാദിത്തം പഞ്ചായത്ത് കാണിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ കൃഷിക്കാർക്ക് പന്നിയൊക്കെ വന്നിട്ടേ എത്ര പ്രാവശ്യമാണെന്നറിയോ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരെ വെച്ചുകൊണ്ട് വെക്കാനോ അവരെ വെടിവെച്ചിടാനോ അധികാരം പഞ്ചായത്തിനുണ്ട്, അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ആകെ ഒരു പ്രാവശ്യം അവർ വേട്ടക്കാരനെ വെച്ചത്, ഒരു പന്നീനെ പിടിച്ചുകൊണ്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിക്കാരെ ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്താണ്. അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് തെരുവിളക്കിൻ്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യമാണെന്നറിയോ സമരം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 2015 സെക്രട്ടറിയുടെ അടുത്ത് ഓണത്തിൻ്റെ സമയത്ത് ലൈറ്റ് കത്തണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുത്തിയിരുന്നതാണ്. വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജാമ്യമില്ലാത്ത വകുപ്പെടുത്തിട്ടാണ് ഞങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെയ്ത കുറ്റം ലൈറ്റ് കത്തണില്ല, ലൈറ്റ് കത്തിക്കണം എന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ എത്രത്തോളം വിഭാഗീയമായിട്ടാണ് ജനങ്ങൾ മറ്റേ പ്രതിപക്ഷത്തെ ഞങ്ങൾ കണ്ടത്. പഞ്ചായത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷം ഇല്ല എന്ന് പറയാം, പക്ഷേ നിങ്ങൾ പദ്ധതി രേഖ 5 വർഷത്തെ ആർക്കും എടുത്താലും വിവരാവകാശ പ്രകാരം എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം. 30 ലക്ഷം 25 ലക്ഷമൊക്കെ ഭരണപക്ഷം എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന 6 ലക്ഷം 7 ലക്ഷം. അപ്പോൾ ഈ പഞ്ചായത്തിലുള്ള വാർഡുകളെ എല്ലാം ഒരു സമഗ്രമായി കണ്ടുകൊണ്ട് അവിടെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം നടത്തേണ്ട കാര്യങ്ങളൊന്നും ഈ പഞ്ചായത്ത് ചെയ്തിട്ടില്ല.
പിന്നെ നിങ്ങൾ റോഡുകളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ഗ്രാമീണ റോഡുകളുടെ കാര്യം ജലജീവൻ മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. 2020 ഇവിടെ കിരാലൂർ നാണുപടി റോഡ് 50 ലക്ഷം രൂപ പ്രഖ്യാപിച്ച MLA വലിയ രീതിയിൽ എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. 5 കൊല്ലമായിട്ട് ഇപ്പോഴും ഒരു സൈക്കിൾ പോലും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള റോഡുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അപ്പോൾ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു. ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് പൈപ്പ് ലൈൻ ഇടുമ്പോൾ നമ്മൾ അവരുടെ അന്ന് ഞങ്ങൾ വിയോജനക്കുറിപ്പ് കൊടുത്ത് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോകുന്നത് എന്തായിരുന്നു? കരാറുകാരോട് പറയേണ്ടത് അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ട പൈസ പഞ്ചായത്തിൽ കെട്ടിവെക്കണം. അപ്പോൾ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കരാറുകാർ സമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നടത്തണ്ട എന്നുള്ള പറയാനുള്ള ആർജവം കാണിക്കട്ടെ. ജനങ്ങളല്ലേ നമുക്ക് വലുത്. ആ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യണമായിരുന്നു. എന്നിട്ട് സകല റോഡുകളും തകർന്നു കിടന്നിട്ട് ഒരു 2 വീലറിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമ്മൾ കാണുക. അപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ ഒരു ജനങ്ങൾക്ക് ഒരു പഞ്ചായത്ത് അടിസ്ഥാനപരമായിട്ട് എന്താ കൊടുക്കേണ്ടത്? റോഡ്, വെളിച്ചം, വെള്ളം. വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുടിവെള്ള പദ്ധതികളൊക്കെ എല്ലാ പ്രാവശ്യം മാർച്ചായി കഴിഞ്ഞാൽ ടാങ്കർ ലോറിൽ വെള്ളം അടിക്കണം. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ 5 വർഷമായിട്ട് ടാങ്കർ ലോറിൽ വെള്ളം അടിക്കുക പഞ്ചായത്തിൽ. അപ്പോൾ ഒരു 20,000 രൂപയോ 30,000 രൂപ കൊടുത്താൽ പല കുടിവെള്ള പദ്ധതികളുടെ അറ്റകുറ്റപ്പണികൾ കഴിയും. അല്ലെങ്കിൽ ഒരു പുതിയ മോട്ടോർ വയ്ക്കാൻ സാധിക്കും. അത് കൊടുക്കാൻ പഞ്ചായത്തിന് വകുപ്പില്ല. എല്ലാ വർഷവും ഈ ടാങ്കർ ലോറിൽ വെള്ളം അടിക്കുക. അപ്പോൾ കുടിവെള്ളം ജനങ്ങൾക്ക് സമയത്ത് എത്ര പദ്ധതികൾ. ജില്ലാ പഞ്ചായത്ത് നമ്മളല്ലേ, ബ്ലോക്ക് പഞ്ചായത്ത് ഇവരല്ലേ ഭരിക്കുന്നത്, MLA ഇവരല്ലേ, സംസ്ഥാന സർക്കാർ ഇവരല്ലേ, MP ഇവരല്ലേ. ഈ തയ്യൂര്, പഴവൂര് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര കോറികളുണ്ടെന്നറിയോ? വെള്ളം 50 വർഷം അടുപ്പിച്ച് കൊടുത്താൽ പോലും പറ്റാത്ത കോറികളുണ്ട്. അവരൊക്കെ സംയുക്തമായിട്ടൊരു വലിയ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം മുഴുവൻ പരിഹരിക്കാനുള്ളതിന് പകരം എല്ലാ വർഷവും 15 ലക്ഷം, 12 ലക്ഷം, 20 ലക്ഷം രൂപയ്ക്കൊക്കെ ടാങ്കറിലുള്ള വെള്ളം അടിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ദൂർത്തടിക്കുക. എന്ത് സമഗ്രമായിട്ടുള്ള വികസനമാണ് എല്ലാ സംയുക്തമായിട്ട് എല്ലായിടത്തും ഭരിക്കുന്ന ഇവർക്ക് ചെയ്യാൻ പറ്റിയത്? വേലൂർ ഒരു വികസനങ്ങളും നടന്നിട്ടില്ല. 10 വർഷമായിട്ട് ഇപ്പോഴും 20 വർഷം പിന്നോട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂപ്പൂത്തി എടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനും അവിടെ സമാധാനത്തോടു കൂടി ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പോകാൻ. ടാക്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, എല്ലാ വർഷവും 5% ടാക്സ് വർദ്ധിപ്പിക്കുന്നത്. ഈ പഞ്ചായത്തിന് സർക്കാർ 6% തൊട്ട് 10% വരെ ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള നിയമമെടുത്തപ്പോൾ അതിൽ എത്ര വെക്കണമെന്ന് തീരുമാനിക്കുന്നത് വേലൂർ ഗ്രാമപഞ്ചായത്തായിരുന്നു. അപ്പോൾ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറവ് ഏതാണെങ്കിൽ അത് വെക്കായിരുന്നില്ലേ? കാരണം പണ്ട് കാലങ്ങളിൽ 5 വർഷം കൂടുമ്പോഴാണ് ടാക്സ് വർദ്ധിപ്പിക്കുക. ഈ വർഷം ഒരു 5% 100 രൂപയാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോഴാണ് അത് 105 രൂപയാവുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ അടുത്ത വർഷം 105, പിന്നത്തെ വർഷം 112 രൂപയാണ്. ഈ 112ൻ്റെ പിന്നത്തെ പ്രാവശ്യം 5% ടാക്സ് കൂട്ടുന്നു. അങ്ങനെ എല്ലാ വർഷവും നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നു. പെർമിറ്റ് ഫീ കൂട്ടി. പെർമിറ്റിനുള്ള അപേക്ഷ 100 രൂപ ഉണ്ടായിരുന്നത് 1000 രൂപയാക്കി. ജനങ്ങളുടെ സകല രീതിയിലും ടാക്സ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് പോരാഞ്ഞ് ഹരിതകർമ്മസേന നമുക്ക് വേണം, മാലിന്യമുക്തമായിട്ടുള്ളൊരു പഞ്ചായത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. പക്ഷേ അവരോട് നമ്മളിത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ BPL ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങുന്നത് കുറയ്ക്കണം. അത് സൗജന്യമായിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പകുതിയെങ്കിലും ആക്കിക്കൊണ്ട് പഞ്ചായത്ത് അതിനൊരു തീരുമാനം എടുക്കണം. അതിൻ്റെ പേരിലാണ് ഞങ്ങളന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ പറഞ്ഞു 65 ലക്ഷം രൂപ കൊണ്ട് MCF ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ കിരാലൂർ ഭാഗത്ത് പോയിട്ട് ആ MCF ഒന്ന് കാണണം. ഒരു മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു കാര്യം വേണ്ടേ? മുഴുവൻ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ആ പറമ്പ് മുഴുവൻ എന്താ കിടപ്പ് അത് കൃത്യമായിട്ട് മഴ കൊള്ളാതെ സംരക്ഷിക്കാൻ ചാക്കുകെട്ടുകളായിട്ട് അവിടെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഭാഗം നമ്മുടെ എന്താ പറയുക വ്യവസായ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സ്ഥലം. അത് ഒരു ഏക്കർ സ്ഥലമാണ് അത് പഞ്ചായത്തിൻ്റെ. ആ സ്ഥലം വേസ്റ്റായിട്ടിരിക്കുക. അപ്പം നമ്മൾ അതുപോലെ തന്നെ പഞ്ചായത്തിന് ആവശ്യമുള്ള ശ്മശാനമാണെങ്കിലും ഒരു തരത്തിലുള്ള വികസനം. പിന്നെ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആട് കൊടുത്തു, കോഴീനെ കൊടുത്തു, പശുവിനെ കൊടുത്തു, പശുവിൻ്റെ പാലുകാർക്ക് കർഷകർക്ക് സബ്സിഡി കൊടുത്തു. ഇതൊന്നും ഒരു വികസനമാണോ? ഇതൊക്കെ എല്ലാ കാലഘട്ടങ്ങളായിട്ട് ഇത് കൊടുത്താൽ, അല്ലെങ്കിൽ വനിതാ ഘടക പദ്ധതിക്ക് 13% വെക്കണം, അങ്ങനെയാണല്ലോ. അതുപോലെ ഓരോന്നിനും ഇത്ര ശതമാനം വെക്കണം എന്നുള്ള ഫണ്ട് ഉണ്ടപ്പോൾ അത് ഭാഗമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാകുന്നു. വ്യവസായ സൗഹൃദ പഞ്ചായത്താക്കി കൂടെ? നമുക്ക് ഒരു പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്ത് സാധിച്ചിട്ടുണ്ടോ? കടമുറികൾ തുടങ്ങിയെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. എത്ര ആളുകൾക്ക് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ കൃഷിയുണ്ട്, നല്ല കൃഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ആടാട്ട് മട്ടയൊക്കെ പോലെ ഉണ്ടാക്കിയ പോലെ ഒരു പുതിയ ബ്രാൻഡ് വേലൂർ ഗ്രാമപഞ്ചായത്ത് കർഷകരെ ചേർത്ത് പിടിച്ചിട്ട് ഉണ്ടാക്കി കൂടെ? ഒന്നുമില്ല. നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു, എന്നെ മുന്നേ സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പുതിയ കവുങ്ങ് തൈ കൊടുക്കേണ്ടത് കർഷകരുള്ള കവുങ്ങുകാരുള്ളവർക്ക് കൊടുക്കേണ്ടത് തുരിശാണ് കൊടുക്കേണ്ടത്. ആ തുരിശ് കൊടുക്കാതെ എന്താ പറയുക, കവുങ്ങ് മുഴുവൻ ഇല്ലാതായിക്കൊണ്ട് മഹാളി രോഗം വന്ന് കവുങ്ങ് കർഷകരൊക്കെ കഷ്ടപ്പാടായപ്പോൾ അത് മുഴുവൻ മുറിച്ചു മാറ്റിയപ്പോൾ പുതിയ കഴുങ്ങ് കൊടുക്കേണ്ടത്. ഇതാണോ കൊടുക്കണ്ടേ? അവരെ നിലനിർത്താനല്ലേ നോക്കേണ്ടത്?
അങ്ങനെ ഒരു ആളുകളുടെ ജീവിക്കാനുള്ള അവർക്കുള്ള നിലനിൽപ്പ് കാര്യങ്ങൾ ചെയ്യാതെ കുറേ വികസനങ്ങൾ ഇല്ലാത്ത കുറേ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടിരിക്കുക. ഈ വരുന്ന 11-ാം തീയതി അതിന് വലിയ മാറ്റം ഉണ്ടാകും. ആ ജനങ്ങൾ മുഴുവൻ അത് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കണേ എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. ശ്രീമതി ഷെർലി ദിലീപ് കുമാർ, പ്രതിപക്ഷം ആദ്യമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം നിങ്ങൾ പഞ്ചായത്ത് കെട്ടിടത്തിൽ വലിയ അഴിമതി നടത്തി എന്നുള്ളതാണ്. കാരണം 4.5 കോടി രൂപയാണ് അതിന് ചിലവഴിച്ചത് എന്ന് പറഞ്ഞു. അതിൽ 95 ലക്ഷം മാത്രമാണ് MLA ഫണ്ടിൽ നിന്ന് ലഭിച്ചത്. സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കെട്ടിടം, അതായത് പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഖ സൗകര്യ കെട്ടിടമായിട്ടത് മാറ്റിയെന്ന്. എന്താണ് അതിനുള്ള മറുപടി? എല്ലാ പഞ്ചായത്തിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ പണം നികുതിയായി വന്നതിൻ്റെ പഞ്ചായത്തിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് സേവനം നൽകുന്നത്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എന്നെക്കാട്ടിലും കൂടുതൽ പഞ്ചായത്തിലിരുന്ന ആളാണ് സ്വപ്ന മെമ്പർ. പഞ്ചായത്തിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഭരണസമിതിയിലുണ്ടായിരുന്നു അന്ന്. അതിൻ്റെ മുന്നും ഭരണസമിതികൾ കോൺഗ്രസ് ഭരിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും അവർ കെട്ടിടം പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഒരു കാര്യങ്ങളും നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് ഭരണസമിതിയിൽ അടിയും വഴക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ജനങ്ങളും അറിയും. അപ്പോൾ അതൊന്നുമില്ലാതെ പഞ്ചായത്തിൻ്റെ നികുതിപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA 95 ലക്ഷം രൂപ തന്നുകൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റ് ആവശ്യപ്പെട്ടു. നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം നല്ല രീതിയിലാക്കണം, ഇങ്ങനെ ഫയലുകളൊക്കെ നനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അന്ന് നമ്മുടെ AC മൊയ്തീൻ നമുക്ക് തന്നതാണ്. മന്ത്രിയായിരിക്കുമ്പോൾ 95 ലക്ഷം രൂപ. ഇപ്പോൾ സ്വപ്ന മെമ്പർ പറയുന്നത് എനിക്ക് എന്താണെന്നറിയില്ല. പക്ഷെ അന്ന് പറഞ്ഞിരുന്നു നമ്മളോട്. അല്ല, മെമ്പറും പറഞ്ഞത് എൻ്റെ അടുത്ത് ഞങ്ങൾ നികുതി പണം കൊണ്ട് പണം ഉപയോഗിച്ചിട്ടാണ് പഞ്ചായത്തിന്റെ കെട്ടിടം പണിതത്. ഫണ്ട് ചെയ്യാൻ പറ്റില്ല. ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആവശ്യമായിട്ട് വികസനം ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞത്. ഇഷ്ട കാര്യമില്ല. പക്ഷെ പഞ്ചായത്തിന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് മുന്നേ ഞങ്ങൾ ചെയ്യാതിരുന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ എത്തണം എന്നുള്ളത് കൊണ്ട് അന്ന് ചെയ്യാതിരുന്നത്. നമ്മൾ MLA അല്ലെങ്കിൽ മറ്റുള്ള പ്രോജക്റ്റുകൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് ചെയ്യാനുള്ള വികസനത്തിന് ഫണ്ട് ഉണ്ടാവുമായിരുന്നു. ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള അല്ലെങ്കിൽ വീടുകൾ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. അതൊന്നും കൊടുക്കാൻ പറ്റാനുള്ള ആ നികുതി പണം മുഴുവൻ എടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളറിയാലോ ലാസ്റ്റത്തെ കമ്മിറ്റിയിലെ ലൈഫ് ഭവന പദ്ധതികൾക്ക് എഗ്രിമെന്റ് വെച്ച ആളുകൾക്ക് പൈസ കൊടുക്കാൻ പറ്റാതായപ്പോഴാണല്ലോ 1 കോടി രൂപ വീണ്ടും 15 കൊല്ലത്തേക്ക് ലോൺ എടുക്കണമെന്ന് തീരുമാനം എടുത്തത്. പറയൂ. ഒരു കെട്ടിടം പണിയാൻ 95 ലക്ഷം രൂപ അന്ന് മന്ത്രിയായിരിക്കുന്ന AC മൊയ്തീൻ അനുവദിച്ചു. അന്ന് തരുമ്പോൾ പറഞ്ഞിരുന്നു ഇത് കൂടാതെ വേറെ പൈസ തരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കി അനുബന്ധ കെട്ടിടങ്ങളൊക്കെ ആര് ചെയ്യണം, പഞ്ചായത്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞുകൊണ്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക്. ഞാനൊരു കാര്യം ചോദിട്ടെ, പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം ഈ പ്രവൃത്തികളെ കുറിച്ച് പദ്ധതികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അന്ന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിരുന്നത് MLA ഫണ്ട് തരുന്ന. പക്ഷെ MLA 95 ലക്ഷം രൂപ മാത്രമേ തരുള്ളൂ. ബാക്കിയുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് എടുക്കണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് എടുക്കണമെന്ന് ഏത് കമ്മിറ്റിയിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയൂ. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ മിനിറ്റ്സിലുള്ളതല്ലേ, പഞ്ചായത്തിന്റെ മിനിറ്റ്സിലുള്ളതാണ്. എന്ത് നമ്മൾ ഈ നികുതി പണം കൊണ്ടാണ് പഞ്ചായത്ത് പണിയണേന്ന് ഏത് കമ്മിറ്റിയിലാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ പണി പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഞാൻ ഈ പൊതുപ്രവർത്തനം ഇപ്പൊ നിർത്തും. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ നികുതി പണം കൊണ്ടാ പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പണിയണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്ന രാമേന്ദ്രൻ ഈ പൊതുപ്രവർത്തനോട് നിർത്തും. പറഞ്ഞിട്ടില്ല, ജനങ്ങളെ മുഴുവൻ പറ്റിച്ചു, വേലൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ പറ്റിച്ചു. അങ്ങനെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നോണ പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് കൊണ്ടാണ് ഈ വരുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയത്. ഒരുവിധ എല്ലാ കമ്മിറ്റികളിലും സ്വപ്ന മെമ്പർ വരാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത്? പഞ്ചായത്ത് കെട്ടിടത്തിൽ ഇന്ന വേണം, ഇന്ന പോലെയാണ് രീതികൾ എന്നിപ്പോൾ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്.
AC-യുടെ കാര്യം പറഞ്ഞു. AC വെക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പഞ്ചായത്ത് ഘട്ടത്തിൽ ഇപ്പോൾ പറയാം ആധുനീകരിച്ച നവീകരിച്ച എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ AC വെക്കുന്നുണ്ട്. AC-യുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും ലിഫ്റ്റ് നമുക്ക് പണിയാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. 12 ലക്ഷം രൂപ പറഞ്ഞു. ഒരു AC വാങ്ങണമെന്ന് എത്ര രൂപയാണെന്നും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളൊക്കെ നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് ഹാളിൽ വന്നിരുന്ന ഈ സ്വപ്നംബർ അടക്കം പറയാം AC ഇടാൻ പറയും. അപ്പം അത്രയും AC-യിൽ ഇരിക്കേണ്ട ആവശ്യകത അവർക്കുണ്ട്. നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരിരിക്കുമ്പോൾ പോലും ഇന്നേ വരെ അവിടെ ഒരു AC ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞാലും അടുത്ത് വരുന്ന ഭരണസമിതി ആണെങ്കിലും ആരോ ആയിക്കോട്ടെ, അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് വെച്ചു എന്നുള്ളൂ. നമ്മൾ പഞ്ചായത്ത് കേട്ടിട്ടോ പഞ്ചായത്തിൻ്റെ AC വെച്ചതല്ല ഇവിടുത്തെ മുഖ്യ പ്രശ്നം. അപ്പോൾ പറഞ്ഞു MLA ഫണ്ട് MLA ഭരിക്കുന്നത് LDF-ൻ്റെ ആണ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ എന്ന് പറഞ്ഞു. MLA ഞങ്ങളുടെ പഞ്ചായത്തിലേക്കല്ല, ഞങ്ങൾ സമഗ്രമായ വികസനം വേണം, അവിടുത്തെ ആളുകൾക്കും ഇത് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വപ്നംബറ വാർഡിലേക്കാണ് 75 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കോതകുളം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് വെച്ചാൽ പറ്റാത്തവരൊഴിച്ച് ഫ്ലക്സ് ബോർഡുകൾ മാത്രമൊന്നുമല്ല, നമ്മൾ 75 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് 2020 ഉദ്ഘാടനം കഴിച്ച നാടുപടി റോഡ് ഇപ്പോൾ 5 കൊല്ലമായിട്ട് കുളം ഒരു കാലത്തും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് അവിടെ പ്രഖ്യാപിച്ചത്. നാടുപടി റോഡിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട മിനിമം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. മാങ്കുളം റോഡിൽ കുളത്തിന്റെ സൈഡിൽ എടുത്തിട്ട് അതിൽ വെക്കാനായിട്ട് ഫണ്ട് പറ്റിയിട്ടുണ്ടോ? മാങ്കുളം വെച്ചിട്ടുണ്ടോ? അല്ല പറയട്ടെ, പറയൂ പറയൂ പറയൂ. ഞാൻ ഈ നാടുപടി റോഡ് പറഞ്ഞു ഇപ്പൊ ഫ്ലക്സ് ബോർഡിൽ വന്നു. അല്ല, ഫ്ലക്സ് ബോർഡ് മാത്രമൊന്നല്ല, ആ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ച് തുടങ്ങി വെച്ച വർക്കാണ്. ആ കരാറുകാരൻ ഇട്ടുപോയതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി അയാളുടെ പൈസ തിരിച്ചടപ്പിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പൊ ഭാഗമായിട്ടാണ് ആ റോഡ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ കൊട്ടിഘോഷ ഒരു റോഡും ചെയ്യാതിരിക്കുന്നത്. കൃത്യമായിട്ട് കരാറുകാരനെ കൊണ്ട് ആ പണം നിങ്ങൾ തിരിച്ചടപ്പിച്ചു. കരാറുകാരനെ തിരിച്ചടപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് പണി കൊടുക്കാൻ പറ്റില്ല? 5 വർഷമായിട്ട് അതിൽ കൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ പറയുന്ന നുണയാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ നടന്നു പോകും. പക്ഷേ അയാളെ കരിമ്പട്ടികയിൽ പെടുത്തിയെങ്കിൽ പഞ്ചായത്തിന് പൈസ തിരിച്ചടപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് പുതിയ കരാറുകാർക്ക് കൊടുത്തോണ്ട് ഈ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല? 5 വർഷം അതൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ കരാറുകാരന് പണി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് വീണ്ടും എടുക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാവുന്ന സ്വപ്നംബർക്ക് അറിയാവുന്ന. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അവസാന കാലഘട്ടത്തിലാണ് നമുക്ക് പൈസ അനുവദിച്ചത്. അതിന് പ്രകാരം അയാൾക്ക് ടെൻഡർ നടപടികൾ കഴിഞ്ഞ് അയാൾ പണി തുടങ്ങി വെച്ചു. പിന്നീട് ആ വർക്ക് അവിടെ ഇട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടപടിക്ക് പോയി. അപ്പോൾ അതിൻ്റെ കാലയളവ് വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഫണ്ട് വീണ്ടും ലാപ്സായി പോവുകയാണ് ചെയ്തത്. അല്ലാതെ ആ ഫണ്ട് അങ്ങനെ ലാപ്സായി പോയി എന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്തിനല്ലേ? അല്ല, എന്താ വെച്ചാൽ ഈ കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സമയക്രമമുണ്ട്. ആ സമയക്രമം കഴിഞ്ഞതിന് ശേഷമാണ് അയാളിനെ തിരിച്ചടപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ അപ്പീലും അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പൈസ തിരിച്ചടപ്പിച്ച് വരുമ്പോഴേക്കും ഈ പൈസ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കമ്മിറ്റിയിൽ അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. പക്ഷെ ആ ഒരു റോഡിന്റെ കാര്യം മാത്രമാണ് സ്വപ്നംബർ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു റോഡിന്റെ കാര്യം പറയില്ല. എല്ലാ റോഡുകളും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ റോഡുകളും പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നില്ലാതെ മുഴുവൻ റോഡുകളും റീടാർ ചെയ്ത് പോയി. വേറെ റോഡ് പറയാൻ പറഞ്ഞ സ്വപ്നം റോഡ്, പള്ളിക്കുളം തയ്യൂർ റോഡ്, അതുപോലെ തന്നെ ഗാദി റോഡ്, ഏത് റോഡുകളാ തകർന്ന് കിടക്കാത്ത പ്രസിഡന്റ്? ഏതെങ്കിലും റോഡിൽ കൂടെ നിങ്ങൾ കടന്നു പോ. എല്ലാ റോഡുകളും തകർന്നിട്ടൊക്കെ എടുക്കുന്നേ. പ്രതിപക്ഷത്തിന് ഒന്നും തരുന്നില്ല. ഇപ്പൊ കുടിവെള്ള പദ്ധതി 12ാം വാർഡിലേക്കാണ് നമ്മള് MLA ഫണ്ട് അനുവദിച്ച് കുടിവെള്ള ഉദ്ഘാടനം തന്നെ ആ റോഡിന്റെ കാര്യത്തിൽ കഴിഞ്ഞത്. ഇതേ ഉദ്ഘാടനം തന്നെ അന്ന് കഴിച്ചത്. പുതിയ ഉദ്ഘാടനങ്ങളുടെ കാര്യം പറയണ്ട. ഏത് പ്രൊജക്ട് നിങ്ങൾ തുടങ്ങി വെച്ചു? ആ കരാറുകാരെ കൊണ്ട് നിങ്ങൾ കരിമ്പട്ടികയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരിമ്പട്ടികയിൽ കരുത്തിയ ആൾക്കാരെ കൊണ്ട് എത്ര പൈസ നിങ്ങൾ തിരിച്ചടപ്പിച്ചു? നിങ്ങൾ എത്ര രൂപ തിരിച്ചടപ്പിച്ചു? എത്ര രൂപ തിരിച്ചടപ്പിച്ചു എന്ന് പറയണം. അടപ്പിച്ചിട്ടില്ല, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. അല്ല, ശ്രീമതി ഷെർലി ദിലീപ് കുമാർ, സ്വപ്ന ഇപ്പോ ചോദിക്കുന്ന ഒരു ഉത്തരം എന്ത്, എത്ര രൂപ തിരിച്ചടപ്പിച്ചു എന്നുള്ളത് പറയണമെന്നാണ്. അങ്ങനെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ? അതെ, സ്വപ്നംബർക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഈ ചാനലിലൂടെ പറയാൻ മാത്രല്ല, ഇപ്പൊ പറഞ്ഞു എത്ര പദ്ധതികൾ പറഞ്ഞു, അതിലേതെങ്കിലും ഒരെണ്ണം അവര് തിരിച്ചു പറഞ്ഞ. ഇപ്പൊ പറഞ്ഞു ഭിന്നശേഷി മേഖല പറഞ്ഞപ്പോ പറഞ്ഞു എന്ത്, അത് ഞങ്ങള്
സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പ്രൊജക്റ്റ് കൊണ്ടുവന്നതാണെന്ന്. ഇവർ ഒരു പ്രൊജക്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പേപ്പർ കാണിച്ചു തരാൻ പറയും. ഇവർ കൊടുത്ത പ്രൊജക്റ്റ്, ആ സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രൊജക്റ്റുകൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇവരന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന മെമ്പറാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് പദ്ധതി കൊണ്ടുവരായാലും ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സേവനം നൽകേണ്ടവരാണ്. ആ സേവനം നൽകാൻ വേണ്ടി അന്ന് ഇവർ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെയുണ്ട് പ്രസിഡന്റ്, നമുക്ക് അതിൻ്റെ പിന്നാലെ പോകാം, എന്നിട്ട് അത് ശരിയാക്കി കൊടുക്കണം എന്ന് ഇവരൊരു വാക്ക് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ അത് അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടല്ല കൊടുത്ത്. അപ്പോൾ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നേരം പോലും അവർക്ക് അങ്ങോട്ട് വരാൻ നേരമില്ല. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ പറഞ്ഞു വനിതാ ഘടക പദ്ധതി വെച്ചിട്ടില്ല എന്ന്, ആ പറഞ്ഞ പ്രൊജക്റ്റുകൾ വെച്ചല്ലോ. വനിതാ ഘടക പദ്ധതിയിൽ ഇവർ എല്ലാ പ്രാവശ്യം വയ്ക്കുന്ന പോലെയല്ല, നമ്മൾ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നു. വനിതാ ജിംനേഷ്യം കൊണ്ടുവന്നു. നമ്മൾ വനിതകൾക്ക് ഇപ്പോൾ സ്വയം തൊഴിൽ നടത്തുന്നവർക്ക്, അവർക്ക് 2 വീലർ ഇല്ലാത്തവർക്ക് ആണെങ്കിൽ 50% ഫണ്ട് വെച്ചുകൊണ്ട് 2 വീലറിന് അനുവദിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വനിതാ ഘടക പദ്ധതി ഉപയോഗിച്ച് മെൻസ്ട്രൽ കപ്പ് കൊടുത്തു നമ്മൾ പഞ്ചായത്തിൽ. ഇതൊക്കെ വനിതാ ഘടക പദ്ധതിയാണ്. ശ്രീമതി ഷെർലി ദിലീപ് കുമാർ, ഞാനിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പദ്ധതികൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു വേലൂർ പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ റോഡുകളുടെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് മുഴുവൻ നടപ്പാക്കാൻ കാരണം പലപ്പോഴും പഞ്ചായത്തിൽ പ്രതിപക്ഷ ബഹളങ്ങളും പ്രതിപക്ഷം അല്ലെങ്കിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കണു അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് കൊടുക്കണു, അതിനേക്കാട്ടിൽ അപ്പുറമായിട്ട് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ്, റോട്ടിലൂടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു വികസന പദ്ധതികൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? കുടിവെള്ള പദ്ധതികൾ, കുടിവെള്ളം ദൗർബല്യമായ വാർഡുകളിൽ നമ്മൾ കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയതായിട്ട് കൊടുക്കാൻ. പിന്നെ സമ്പൂർണ്ണമായിട്ട് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്തിലും സംസ്ഥാനത്ത് ഏത് ഭരണസമിതി വരുമ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ. എന്നുവെച്ചാൽ കുടിവെള്ളം ലാസ്റ്റ് ആവുമ്പോൾ നമുക്കറിയാം തീവ്രമായിട്ട് വേനലുണ്ടായ കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് വറ്റാത്ത കിണർ പോലും വറ്റിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ. പക്ഷേ ആ ഭരണസമിതിയുടെ ടാങ്കർ ലോറിയിൽ ഇവർ ഭരിക്കുമ്പോഴും ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭരണസമിതിയിൽ അംഗീകരിക്കുമ്പോഴും ഈ പറഞ്ഞ പ്രതിപക്ഷക്കാരുണ്ട്, അവരുടെ വാർഡുകളിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വെള്ളം വേണമെന്ന് പറയുന്നത്, കുടിവെള്ളം അടിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക് ഭരണസമിതിയിലെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ ഒരേപോലെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കുടിവെള്ളമായാലും സ്ട്രീറ്റ് മെയിൻ ആയാലും നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ഇവർക്ക് പറയുന്ന ഇവർ പോസ്റ്റുകൾ നമ്പർ തരുന്ന സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നു, അവിടെ ലൈറ്റുകൾ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അവർക്കും കൊടുക്കുന്നു, അവരിടുന്നു. പിന്നെ നമ്മളൊരു ജനപ്രതിനിധിയാണ്, ഭരണം നയിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഇതൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലാതെ അതിന് വേറൊരാളെ പകരം വെക്കാൻ കഴിയില്ല. അപ്പം അതിന് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ വാർഡുകളിൽ പോവുകയും അവരുടെ കാര്യങ്ങളും നേതൃത്വം നൽകേണ്ടത് ആ ജനപ്രതിനിധിയാണ്. ഓക്കെ. ഇനി ശ്രീമതി സ്വപ്ന, അപ്പോൾ അത് പറഞ്ഞു കുടിവെള്ളം ഏത് പഞ്ചായത്തിലാണെങ്കിലും അത് പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ. ഞാൻ 2015 വേലൂർ 6ാം വാർഡിൽ ജനപ്രതിനിധിയായിരുന്നു. 6ാം വാർഡിൽ ഇവിടെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത്. അവരോട് ചോദിക്കണം, ആ 2010, 15, 20 കാലഘട്ടങ്ങളിൽ വേലൂർ പഞ്ചായത്തിൽ 6ാം വാർഡിൽ കുടിവെള്ള പദ്ധതി ടാങ്കർ ലോറിൽ അടിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. പിന്നീട് അടിക്കേണ്ടി വരുമ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ പുതിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് അതല്ലാതെ എല്ലാ വർഷവും ടാങ്കർ ലോറിൽ വെള്ളം അടിക്കലാണോ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം? പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണ്ടേ? കോറി അടക്കമുള്ള ഒരുപാട് കോറികൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സമഗ്രമായിട്ടുള്ള പ്രൊജക്റ്റ് പഞ്ചായത്തിന് മാത്രമായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരിക്കുന്നത് ആരാണ്? ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് CPM ആണ്, MLA ആണ്. ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ 10 വർഷമായിട്ടില്ലെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് ഒരു 5 വർഷം കൂടി തരുമെന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് സഹിക്കില്ല എന്ന് പറയാനാണോ? ആവശ്യം എന്താണ്? എല്ലാ വർഷവും മാർച്ച് മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ടിട്ട് മെയ് മാസം വരെ എല്ലാ വർഷവും ടാങ്കർ ലോറിൽ വെള്ളം അടിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ചെലവാക്കലാണോ? അത് അടുത്ത പ്രാവശ്യം അത് കുറയ്ക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 15 ലക്ഷം അടച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം 10 ലക്ഷത്തിൽ ചുരുക്കണമെങ്കിൽ അടുത്ത വർഷം ഏത് പദ്ധതി വെച്ചാലാണ് ഞങ്ങൾക്ക് ആ ഫണ്ട് ചുരുക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ സമഗ്രമായിട്ടുള്ള വികസനം. അത് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? 10 വർഷത്തിൽ പുതിയ ഒരു വികസന പദ്ധതി ഉണ്ടായിട്ടില്ല പറയുന്നു, ഉറപ്പായിട്ടും പറയുന്നുണ്ട്.
ഇപ്പോഴും ഈ വർഷവും ടാങ്കർ റോഡിൽ വെള്ളമടിക്കേണ്ടി വരും. കഴിഞ്ഞ വർഷവും ടാങ്കർ റോഡിൽ വെള്ളമടിച്ചിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ള കാര്യത്തിൽ ഏത് പുതിയ വികസനം വേലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിന് അത്യാവശ്യം ആധിപത്യം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ 2015 തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2020 വരുമ്പോഴും അതിൽ കോൺഗ്രസിലെ ഒരു അസ്വാരസ്യങ്ങളാണ് കോൺഗ്രസിന് ഒരു ഇടിവ് പഞ്ചായത്തിൽ വന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിന് പ്രതികരിക്കുക? വേലൂരിൽ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ജനാധിപത്യ പാർട്ടിയാണ്. മറ്റുള്ളവരെ പോലെ ഒരു പാർട്ടി എടുത്ത തീരുമാനത്തിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ 51 വെട്ടികൊട്ടി കൊല്ലുന്ന ആ പാർട്ടിയൊന്നും അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം പറയാം. ഞങ്ങൾക്ക് അത് ചെയ്ത് ഇടതുപക്ഷത്തിന്റെ ഒരു ആരോപണം കൂടി ഞാൻ പറയുകയാണ്. നേരത്തെ ശ്രീമതി ഷെർലി ദിലീപ് കുമാർ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭരണം നടക്കുമ്പോൾ പഞ്ചായത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയില്ല. അതിനുള്ള കാരണം കോൺഗ്രസ് തമ്മിൽ തല്ലാണ്. ആ പലപ്പോഴും ഇറങ്ങി പോകുന്ന സാഹചര്യമൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റ് ചെയ്ത ഏത് വലിയ തമ്പുരാനാണെങ്കിലും അവനെ പുറത്താക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകൾ ചേർന്നുകൊണ്ട് വികസനം കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. 2010-15 കാലഘട്ടങ്ങളിൽ എത്ര പുതിയ കുടിവെള്ള പദ്ധതികൾ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വിവരാവകാശ പ്രകാരം ആർക്കും എടുത്തു നോക്കി കഴിഞ്ഞാലും അറിയാവുന്നൊരു കാര്യമാണ്. അതിനുശേഷം ഈ 10 വർഷം കൊണ്ട് എത്ര കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ ആരാണ് വികസന കാര്യങ്ങളിൽ കുടിവെള്ള കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ആർക്ക് നോക്കി കഴിഞ്ഞാലും അറിയാവുന്ന കാര്യം. നമ്മൾ നോണ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പഞ്ചായത്തിൽ കൃത്യമായിട്ട് രേഖകളുള്ളതല്ലേ, വികസന രേഖകളുള്ളതല്ലേ, കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും അതിൻ്റെ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അപ്പം നമ്മൾ നോണ പറയുന്ന കാര്യമൊന്നുമില്ല. ആരും നമ്മളിവിടുന്ന് ഇത്രയും ഓപ്പണായിട്ട് നോണ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആർക്കും അത് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അസ്വാരസ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നു ഇവരുടെ വികസന നേട്ടങ്ങളുണ്ട്. കുറച്ച് അസ്വാരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം റിബൽ ആളുകളൊക്കെ കുറച്ച് കൂടിയത് കൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഭരണം കുറേ വാർഡുകളിൽ നഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ പോലും പാർട്ടിക്ക് വലിയ ആധിപത്യം ഇപ്രാവശ്യം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ലീഡ് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ 1000-ലധികം വോട്ട് കോൺഗ്രസിന് ലീഡ് ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു ഒറ്റക്കെട്ടുറപ്പോട് കൂടിയിട്ട് ഒറ്റ മനസ്സായിട്ടാണ് വേലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളും കൈയടയാളത്തിൽ 19 വാർഡിലും ഞങ്ങൾ മത്സരിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ പേടിച്ചുകൊണ്ട് ചിലയിടത്ത് കൊട, ചിലയിടത്ത് ബൾബ്, ചിലയിടത്ത് TV ഒന്നും ഞങ്ങൾക്ക് വെക്കേണ്ടി വരില്ല. മുഴുവൻ വാർഡുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈമാറ്റം. കഴിഞ്ഞ 2 ടേമുകളായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് വേലൂർ പഞ്ചായത്ത്. ഇത്തവണ അതിലുള്ളൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് സാധ്യമാകുമോ? ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. 19 വാർഡിലും കോൺഗ്രസ് ഇപ്രാവശ്യം വലിയ തിരിച്ചുവരവോട് കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അതിനുശേഷം ഈ പ്രാവശ്യത്തെ ഭരണസമിതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും കയറും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം ഇവിടെ ഞങ്ങൾ ഒറ്റ മനസ്സോടും ഒറ്റ കൈയായിട്ടാണ്, ഒറ്റ മനസ്സോടും ഒറ്റ കൈകളായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. പിന്നെ 10 വർഷത്തെ ഈ LDFിൻ്റെ ഭരണത്തെ കുറിച്ചിട്ട് യാതൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒന്നും ചെയ്യാൻ സാധിക്കാതെ കാരണം ഇവർ പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു, സമയമില്ല എന്ന്. ഞങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ പഞ്ചായത്തിലെ ഭരണസമിതിയോട് അല്ലെങ്കിൽ പഞ്ചായത്ത് ജനപ്രതിനിധിയെങ്കിലും അവിടുത്തെ സ്റ്റാഫുകൾ ഒരു പരിപാടി ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കും. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് വാട്സപ്പ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി കണ്ടില്ല. കാരണം 12 മണിയുടെ പരിപാടിക്ക് 11 മണിക്ക് ഒരു പോസ്റ്റർ വരുമ്പോഴോ നമ്മൾ നോക്കണം. നമ്മൾ ഏത് നേരം ഇത് നോക്കിയിട്ടിരിക്കുന്ന ആളുകളല്ലോ. അപ്പോൾ അത്രയും പോലും പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിജയ പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 10 വർഷത്തെ ആത്മവിശ്വാസം, അത് എങ്ങനെ ജനങ്ങളുടെ വോട്ട് നിങ്ങളിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങളിലേക്ക്. വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ റോഡും ഇതും മാത്രമൊന്നുമല്ല, വ്യക്തിഗതമായിട്ട് നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വപ്നമെമ്പർ വീണ്ടും പറഞ്ഞു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. 65 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ ഇവരുടെ പ്രതിപക്ഷമായ 5-ാം വാർഡിൽ കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. അത് പൂർണ്ണതയിലേക്ക് എത്തുന്നു. കിടായി ഡാമിലാണ് നമ്മൾ ഒരു ഓപ്പൺ വെല്ല് വെച്ചുകൊണ്ട് നമ്മൾ കുടിവെള്ള പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും തന്നില്ല എന്നുള്ളത് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ എന്താ വിചാരിക്കുക, പ്രതിപക്ഷ വാർഡുകൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിടായി ചിറയിലേക്ക് നമ്മൾ പറഞ്ഞ റോഡ്, അതിലേക്ക് റോഡ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ റോഡ് ചെയ്തു. അതുപോലെ തന്നെ ആ ചിറയുടെ നവീകരണം നടക്കുന്നു. അതിലേക്ക് വേണ്ട ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട സ്ട്രീറ്റ് മെയിൻ വലിക്കുന്ന ലൈൻ വലിച്ചു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. അപ്പോൾ
വ്യക്തിപരമായിട്ട് CPM-നെ കുറ്റം പറയാൻ വേണ്ടി അല്ലെങ്കിൽ LDF-ന്റെ ഭരണസമിതിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതല്ലോ. ജനങ്ങളാണല്ലോ കാണേണ്ടത്, ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ഒരു ഭൂരിപക്ഷമില്ലാത്തൊരു പഞ്ചായത്തിലെ ഭരണസമിതിയിൽ വന്നിരുന്നു കൊണ്ട് അന്ന് കുറേ ഈ പറഞ്ഞ പോലെ ഇവർ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോയി. പക്ഷേ അന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ വീണ്ടും ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ പറയുന്ന ഘടകങ്ങൾ ഇനി പറയുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പറയാൻ ഒട്ടനവധിയുണ്ട്. സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചില മേഖലകൾ മാത്രം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് 2 സ്കൂൾ ഏറ്റെടുത്തത്, പുലിയന്നൂരും അതുപോലെ തന്നെ കിരാലൂരും. ഇപ്പോൾ ഇവർ പറയുന്നു, അന്നും പറഞ്ഞിരുന്നു പുലിയന്നൂർ സ്കൂളിലേക്ക് 2 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ വെറുതെ വാഗ്ദാനമാണെന്ന്. വാഗ്ദാനമല്ല, ഇന്ന് വന്ന് നോക്കിയാൽ കാണാം 2ാമത്തെ നില കെട്ടിടം പണി പൂർത്തീകരിക്കാനായി, താഴത്തെ നില പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വികസനം എന്ന് വെച്ചാൽ എല്ലാ 4 സ്കൂളുകളാണ് നമ്മുടെ സ്കൂളിൽ പഞ്ചായത്തിലുള്ളത്. ഓക്കെ, ശ്രീമതി ഷെർലി ദിലീപ് കുമാർ, ഈ ഒരു തവണത്തെ തെരഞ്ഞെടുപ്പ് അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണകരമാവും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം? ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ വീണ്ടും LDF-ന്റെ ഭരണസമിതി തന്നെ വരുമെന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങളെ ഞങ്ങൾ വികസന പ്രവർത്തനങ്ങളിലൂടെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ. ഒരു 5070 പെൻഷനോളം നമ്മൾ പുതിയ പെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പൂർണ്ണ വിശ്വാസം എന്ന് വെച്ചാൽ അവരിലേക്ക് എത്തിക്കേണ്ട പുനർനിർമ്മിക്കേണ്ട വീടുകളാണെങ്കിലോ അതുപോലെ തന്നെ ലൈഫിൻ്റെ കാര്യമൊന്നും ഞാൻ എവിടെയും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ എല്ലാ പഞ്ചായത്തുകളിലും ലൈഫിൻ്റെ കാര്യം പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പയറുകളാണ് എന്ന് വെച്ചാൽ വീടുകളൊക്കെ ഓരോന്ന് 2 എല്ലാ ഭരണസമിതിയുടെ കാലത്തും ചെയ്യാറ്. അപ്പോൾ അവർക്ക് പുനർനിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഫണ്ടുകൾ അനുവദിക്കുകയും അങ്ങനെയുള്ള വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് കുടിവെള്ളമാണെങ്കിലും സ്ട്രീറ്റ് മെയിൻ ആണെങ്കിലും സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ഇവർക്ക് സ്ഥലം തരാനില്ലാത്ത കുറവുള്ളൂ. പക്ഷെ നമ്മൾ ഫണ്ടുകൾ വകയിരുത്തിക്കൊണ്ട് സ്ട്രീറ്റ് മെയിൻ ആയാലും ലൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ലൈറ്റുകൾ ഇടാനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വീണ്ടും തോന്നുന്നതല്ല, ഞങ്ങളുടെ LDF ഭരണസമിതി തന്നെ വരും എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കും. തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. വാദപ്രതിവാദങ്ങൾ ശക്തമാണ്, ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാണ്. ഒടുവിൽ ജനങ്ങൾ തീരുമാനിക്കും ആര് വാഴും ആര് വീഴുമെന്നത്. എന്തായാലും വേലൂർ പഞ്ചായത്തിൽ നടക്കുന്നത് ഒരു ത്രികോണ മത്സരം തന്നെയാണ്. നമുക്ക് അതുവരെ കാത്തിരിക്കാം ആരാണ് വാഴുക ആരാണ് വീഴുക എന്ന്. ഇവിടെ ചർച്ച അവസാനിക്കുന്നു. പങ്കെടുത്ത 2 പേർക്കും നന്ദി. ഒരു കൈകൊടുത്ത് പിരിയാം അല്ലേ? താങ്ക് യു.